എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ നാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പഴശ്ശിരാജയുടെയും ടിപ്പുവിൻ്റെയും പടയോട്ടത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു പ്രദേശം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെ ചൂടറിഞ്ഞിട്ടുള്ളൊരു ഗ്രാമം. പുഴയും കാടും കുന്നും ഈ പ്രദേശത്തിൻ്റെ സവിശേഷതകളാണ്. ഇന്ന് നമ്മുടെ നാട് എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലാണ്. നമുക്കിനി ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. ചിറ്റാരിപ്പറമ്പ് എന്ന പേര് രൂപം കൊണ്ടത് ചിറ്റിലരി എന്ന ഒരു തരം അരി വിളഞ്ഞ പറമ്പ്, അതാണ് ചിറ്റാരിപ്പറമ്പ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഉൽപ്പത്തി അതാണ് പറയപ്പെടുന്നത്. പഞ്ചായത്തിനകത്ത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്: ഒന്ന് കണ്ണവം, രണ്ട് മാനന്തേരി. കണ്ണവത്തിൻ്റെ ചരിത്രം, കണ്ണവം സ്ഥലനാമം രൂപപ്പെടുന്നത് കണവമരം നിന്നിരുന്ന ഒരു സ്ഥലം എന്നും, അതുപോലെ തന്നെ കണ്ണയം എന്ന് പറയുന്ന ആ പുഴയോരത്ത് ഒരു ഉറവ ഉണ്ടായിരുന്ന കണ്ണയം, അതാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണയം എന്ന ഉൽപ്പത്തിയിൽ നിന്നാണ് ഈ ഇന്നത്തെ കണ്ണവം ഉണ്ടായതെന്നും പറയുന്നുണ്ട്. കണ്ണവം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. പഴശ്ശിയുടെ മുന്നേറ്റം, ബ്രിട്ടീഷുകാരുമായിട്ടുള്ള നിരവധി പോരാട്ടങ്ങൾ ചിറ്റാരിപ്പറമ്പിൻ്റെ പല ഭാഗങ്ങളിലും വെച്ച് നടന്നിട്ടുണ്ട്. അതിൽ പ്രഥമ സ്ഥാനമാണ് നമ്മുടെ കണ്ണവത്തിനുള്ളത്. പ്രധാനമായി പഴശ്ശിരാജയുടെ സേനാധിപനായിരുന്ന കണ്ണവത്ത് നമ്പിയാരെ കണ്ണവത്തുള്ള കണവമരത്തിൽ തൂക്കിക്കൊന്നു എന്ന ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ പഴശ്ശിരാജാവിൻ്റെ പടയാളികൾ കണ്ണവത്തുള്ള മലനിരകളിലെ കുറിച്യറായിരുന്നു. പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാനുള്ള കാരണം, അവർ കുറിച്യ സ്ഥാനത്തേക്ക് അമ്പെയ്ത്ത് നടത്തിക്കൊണ്ട് ശത്രുക്കളെ കീഴ്പ്പെടുത്താനുള്ള ശേഷിയുള്ളവരായിരുന്നു കുറിച്യ വിഭാഗം. അതുകൊണ്ട് അവരെ പ്രത്യേകം സംരക്ഷിച്ചു പോരുന്ന കണ്ണവത്തെ മലനിരകൾ ഇന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവരെല്ലാം തന്നെ പഴശ്ശിരാജയോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നവരും ഭക്തിയോടുകൂടി കാണുന്നവരുമായി അധിവസിക്കുകയാണ്. നമ്മുടെ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും കാർഷിക മേഖലയാണ്. കാർഷിക പ്രധാനമായിട്ടുള്ള പഞ്ചായത്താണ് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ പ്രധാനപ്പെട്ട കാർഷിക മേഖല എന്ന് പറയുമ്പോൾ വാഴക്കൃഷിയാണ്. അതിനു പുറമെ
മലയോര മേഖലയിൽ വ്യാപകമായി റബ്ബർ കൃഷി അടക്കം നടന്നു വരുന്നുണ്ട്. തികച്ചും മലയോര പഞ്ചായത്ത് എന്ന നിലയിൽ പറയുമ്പോൾ കിഴക്ക് തെക്ക് ഭാഗത്ത് ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഫോറസ്റ്റ് മേഖലയാണ്. കണ്ണവം റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. അവിടെ ആദിവാസികൾ ആണ് താമസിച്ച് വരുന്നത്. ഏകദേശം 350ഓളം കുടുംബങ്ങൾ ഈ മേഖലയിൽ താമസിച്ച് വരുന്നുണ്ട്. അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രയാസം ഇപ്പോൾ ചേർന്നിട്ടുള്ളത് ആനശല്യം ഇപ്പോൾ കൂടി വരികയാണ്. അതുപോലെ തന്നെ മറ്റ് കാട്ടുപോത്തിൻ്റെ ആക്രമണം ഇപ്പോൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ കൃഷിക്കാർ ആ മേഖലയിലുള്ള ജനങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. പുരാതന കാലഘട്ടത്തിലുള്ള ഒരു യാത്രാപാത കണ്ണവം വലിയ വെളിച്ചത്തിൽ നിന്ന് പെരുവക്കാട് വഴി വയനാട്ടിലേക്കുള്ള യാത്രാപാത പണ്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവുകൾ ഇപ്പോഴും പന്നിയോട് വെളുമ്പത്തുനിന്ന് പന്നിയോടേക്ക് പോകുമ്പോൾ ഫോറസ്റ്റിനകത്ത് ആ പാതയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. രണ്ട് ഭാഗത്ത് കിണറുകൾ, അപ്പുറത്തും ഇപ്പുറത്തും ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ലഭ്യമാണ്. മാത്രമല്ല വലിയ വെളിച്ചത്തിൽ നിന്ന് പോകുന്ന യാത്ര പണ്ട് കാളവണ്ടി കൂടെ പോകുന്ന ഈ കാളവണ്ടിയുടെ ഉരുക്കുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വണ്ടിച്ചക്രങ്ങൾ, ആ ചക്രങ്ങൾ ഒരേ ചാലിലൂടെ പോയിട്ട് ആ പാറയിൽ ഒരസിയിട്ടുണ്ടായ ആ വണ്ടിച്ചാല് ഇപ്പം അടുത്ത കാലത്ത് വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രം വരുന്നതിന് മുമ്പ് വരെ ആ വണ്ടിച്ചാലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ഒരു പാരമ്പര്യം, വലിയ സംസ്കാരത്തിൻ്റെ ഒരു പാരമ്പര്യം ഈ പഞ്ചായത്തിന് പലയിടങ്ങളിലും അവകാശപ്പെടാനും ഉണ്ട്. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വനമേഖലയായിട്ടുള്ള കണ്ണവം വനമേഖല സ്ഥിതി ചെയ്യുന്നൊരു പഞ്ചായത്താണ് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. ബാഹുബലി 2ാം ഭാഗത്തിനടക്കം ലൊക്കേഷനായിട്ടുള്ള കണ്ണവം കാടിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാടിൻ്റെ വശ്യത നമുക്കൊന്ന് അനുഭവിക്കാം. കണ്ണവം റേഞ്ചിൻ്റെ കീഴിൽ 3 പഞ്ചായത്തുകളിലായിട്ടാണ് മെയിനായിട്ട് വനഭൂമി ഉള്ളത്. കോളയാട്, ചിറ്റാരിപ്പറമ്പ്, പാട്യം, തൃപ്പങ്ങോട്ടൂർ 4 പഞ്ചായത്തുകൾ. ഏറ്റവും കൂടുതൽ കോളയാടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലാണ് വനഭൂമി കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഏകദേശം 5ഓളം സങ്കേതങ്ങൾ, ഉന്നതികൾ കണ്ണവം വനത്തിനകത്ത് ഉണ്ട്. ഈ കണ്ണവം ഉന്നതികളിൽ താമസിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ ഇവിടെ കണ്ണവം റേഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്ക് തോട്ടങ്ങളും അതുപോലെ മൃദുമര തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അത് ഓരോ കാലാകാലങ്ങളിൽ മുറിച്ച് റവന്യൂ ജനറേഷൻ്റെ പ്രവൃത്തികളുണ്ടായിരുന്നു. അതുവഴി ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് വരുമാനം കിട്ടുന്ന തൊഴിൽ കിട്ടിക്കൊണ്ടിരുന്നു. അത് ഒരു 3-4 കൊല്ലം മുന്നേ വരെ കൺവീനർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത് കരാറടിസ്ഥാനത്തിലായതുകൊണ്ട് ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട് ഈ ഫോറസ്ട്രി ഓപ്പറേഷൻ വഴി. പിന്നെ അതുകൂടാതെ വനസംരക്ഷണ സമിതികൾ റേഞ്ചിൻ്റെ കീഴിലുണ്ട്. ഈ ഭാഗത്ത് വരുന്ന പന്നിയോട് വനസംരക്ഷണ സമിതിയുണ്ട്. അത് മുഖേന ഇവരുടെ ഉന്നതികൾക്ക് വേണ്ട മറ്റ് അവരുടെ ഹാബിറ്റാറ്റ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് കൊടുത്തത് ഒരു കുടിവെള്ള പദ്ധതി കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള പന്നിയോടുള്ള ലൈബ്രറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തുക സഹായം നൽകിയിട്ടുണ്ട്. വനസംരക്ഷണ സമിതി മുഖേന നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വന്യജീവി സംഘർഷം. നേരത്തെ ഒരു 3-4 കൊല്ലം മുന്നേ വരെ നമുക്ക് കണ്ണവം കാട്ടിൽ കണ്ണുപൂട്ടി പോകാമായിരുന്നു.
കാരണം യാതൊരു മൃഗത്തിൻ്റെ പേടിയും ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത് ആന ആദ്യം കാട്ടുപോത്ത് വന്നു, ഇപ്പോൾ ആന വന്നു, ഇപ്പം ഈ ഇവ കൊണ്ടൊക്കെ ഇതുകൂടാതെ കാട്ടുപന്നി, കുരങ്ങിൻ്റെ ഒക്കെ ശല്യം വളരെ രൂക്ഷമാണ്. അപ്പോൾ ഇത് എല്ലാ മേഖലകളിലും കേരളത്തിൽ അങ്ങോളങ്ങളുള്ള പ്രതിഭാസമാണ്. പിന്നെ അതിനെ ചെറുക്കാനുള്ള പദ്ധതികൾ പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് ചെറുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജനജാഗ്രതാ സമിതികൾ ഉണ്ട്. അതിൽ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അധ്യക്ഷൻ, റേഞ്ച് ഓഫീസർ കൺവീനറാണ്. അപ്പോൾ എന്തെങ്കിലും ആന ഇറങ്ങിക്കഴിഞ്ഞാലോ കാട്ടുപോത്ത് ഇറങ്ങിക്കഴിഞ്ഞാലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ജനജാഗ്രതാ സമിതി പെട്ടെന്ന് കൂടുകയും അത് അവിടെ എന്തെല്ലാം തീരുമാനങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിക്കുകയും പെട്ടെന്ന് വേണ്ട പരിഹാരങ്ങൾക്ക് വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്യും. കാട്ടുതീ ഒരു വലിയൊരു ഭീഷണിയാണ് വനത്തിന്. അപ്പോൾ ഈ കാട്ടുതീ പിന്നെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് യൂത്തിനുള്ള ഈ പന്നിയോട് കേന്ദ്രമാക്കി നമ്മൾ കഴിഞ്ഞ കൊല്ലം അതിന് 2-3 വർഷങ്ങളായി യൂത്തിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രാദേശികമായിട്ട് ഉള്ള ക്ലബ്ബുകളെ ഉൾപ്പെടുത്തി വോളിബോൾ ടൂർണമെൻറ്റൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുവഴി അവരുടെ സഹകരണം നല്ലോണം ഡിപ്പാർട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് ഈ കാട്ടുതീ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് തുടർച്ച് ചെമ്പുക്കാവിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ ഈ അടുത്ത ഫെബ്രുവരിയിൽ പന്നിയോട് വെച്ചിട്ട് നടത്തിയിട്ടുണ്ട്. ഇത് കൊല്ലം അവരുടെ നല്ല സപ്പോർട്ടോടുകൂടി ചെയ്യുന്നുണ്ട്. ആദിവാസി മേഖലയിൽ പ്രത്യേകിച്ച് നമ്മൾ എല്ലാ വർഷവും അവിടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്, ഹോമിയോ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അവിടെ വോളിബോളിന് വേണ്ടി പ്രത്യേകമായ പരിശീലന പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. ഈ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവിടെ ബ്രിഡ്ജ് കോഴ്സ്, കുടുംബശ്രീയുടെ ബ്രിഡ്ജ് കോഴ്സ് സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ വാനശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ലൈബ്രറി സംവിധാനം അവിടെ ഒരുക്കി വരികയാണ്. ഇത്തരം കാര്യങ്ങൾ ആദിവാസി മേഖല കേന്ദ്രീകരിച്ചു കൂടി ഗ്രാമപഞ്ചായത്ത് നടത്തി വരികയാണ്. അതുപോലെ ജമ്മിത്വത്തിനെതിരായി ജമ്മിയുടെ വീട്ടിൽ നിന്ന് തന്നെ സമരം ചെയ്തൊരു നാടാണ് ചിറ്റാരിപ്പറമ്പ്. തുടീക്കളം വാണവർ എന്നറിയപ്പെടുന്ന താറ്റിപ്പുറം തടത്തിൽ ചാത്തുക്കുട്ടി വാഴുന്നവർ എന്ന് പറയുന്നത് ആയിത്തര ഈ പ്രദേശത്തെ മുഴുവൻ ഭൂമി കൈവശം വെച്ചിരുന്ന ആയിത്തര തങ്ങളുടെ മകളുടെ ഭർത്താവാണ് ചാത്തുക്കുട്ടി വാഴുന്നവർ. ഈ ചാത്തുക്കുട്ടി വാഴുന്നവരുടെ മകൻ ടി കൃഷ്ണൻ നമ്പ്യാർ, ആ ടി കൃഷ്ണൻ നമ്പ്യാർ കാപ്പുമല ഈ ജമ്മിയുടെ വീട്ടിൽ അച്ഛൻ്റെ കിടപ്പുമുറിയുടെ മുന്നിൽ കാപ്പുമൽ തമ്പുരാൻ്റെ മർദ്ദനം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് പോസ്റ്റർ എഴുതി ഒട്ടിച്ച് അച്ഛൻ ഒലക്കിയെടുത്ത് അടിക്കാൻ നോക്കി ഓടി രക്ഷപ്പെട്ട് പിന്നെ ഒളിവിൽ പാർത്ത ആളാണ് ടി കൃഷ്ണൻ നമ്പ്യാർ. അയാളുടെ അനുജൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ടി മൂന്ന നമ്പ്യാർ. ഇവർ രണ്ടുപേരും ജമ്മിത്വത്തിനെതിരായിട്ട് അച്ഛനെതിരെ സമരം ചെയ്ത് നേതൃത്വം കൊടുത്ത ആളുകളാണ്. ചിറ്റാരിപ്പറമ്പിൽ അനന്തേശ്വരം ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പടയോട്ടം നടന്ന സ്ഥലമാണ് അനന്തേശ്വരം. അതുപോലെ മാനന്തേരിയിൽ അങ്ങാടിപ്പൊയിൽ ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടിയതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും നേരത്തെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി കണ്ടെടുത്തിട്ടുണ്ട്. വെടിയുണ്ടകൾ ബത്തേരിക്കുന്നിൽ കുന്ന് ഉണ്ടാക്കി അതിനകത്ത് നമ്മുടെ പടയാളികൾ ഒളിഞ്ഞിരുന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങാടിപ്പൊയിൽ എന്ന് പറയുന്നത് വലിയ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരികയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് അങ്ങാടി എന്ന് അറിയപ്പെടുകയും ഇപ്പോൾ ആ സ്ഥലനാമം അങ്ങാടിപ്പൊയിൽ എന്ന രീതിയിൽ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് ചിറ്റാരിപ്പറമ്പിൻ്റെ ചില പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സത്രത്ത് ഒരു ചരിത്ര സ്മാരകം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൈതേരിമഠത്തിൽ കുഞ്ഞനന്ദൻ നമ്പ്യാർ 1112 പണി കഴിപ്പിച്ച ഒരു സത്രവും അതുപോലെ തന്നെ ഒരു കിണറും ഒരു കൊട്ടത്തളവും അവിടെ ഉണ്ടായിരുന്നു. അത് ചരിത്രത്തിൽ ഇപ്പോഴും അത് പഞ്ചായത്ത് എന്നുള്ള നിലക്ക് അവിടെ പിന്നെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി കാത്ത് സംരക്ഷിച്ച് പോരുകയാണ്. ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ എല്ലാ രീതിയിലും നവീകരണ പ്രവർത്തനം ഈ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബശ്രീ സംവിധാനം പ്രത്യേകമായിട്ട് അവർക്ക്
റൂം സൗകര്യവും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു CDS റൂം സജ്ജമായി വരികയാണ്. അതുപോലെ തന്നെയാണ് NRG ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ഒരു ക്യാബിനും സംവിധാനവും ഒരുങ്ങി വരികയാണ്. എല്ലാ ജീവനക്കാർക്കും എല്ലാ സൗകര്യത്തോടു കൂടിയാണ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്നത്. ഫ്രണ്ട് ഓഫീസ് സംവിധാനം കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമായ ഹെൽപ്പ് ഡെസ്ക് അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവൃത്തി നടത്തുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചുറ്റുപാടും കുറേയും കൂടി സൗന്ദര്യവൽക്കരിക്കാനുള്ള പ്രവൃത്തി ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഈ വർഷത്തെ പദ്ധതി പ്രകാരം പഞ്ചായത്തിൻ്റെ മുറ്റും ഇൻ്റർലോക്കും അതുപോലെ തന്നെ മറ്റെല്ലാവിധ പശ്ചാത്തല സൗകര്യവും ഉണ്ടാക്കാനുള്ള തീരുമാനം പ്രോജക്റ്റ് നിലവിലുണ്ട്. പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ടേക്ക് എ ബ്രേക്ക് നിലനിൽക്കുന്നത്. അവിടെ നല്ല രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് മൃഗാശുപത്രി പ്രവർത്തനം നടന്നു വരുന്നത്. അതുപോലെ തന്നെ കൃഷി ഓഫീസും പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ നിലയിൽ എല്ലാ സൗകര്യവുമുള്ള ഒരു പഞ്ചായത്ത് കോമ്പൗണ്ടാണ് നമ്മുടെ നിലവിലുള്ളത്. പക്ഷേ കുറേയും കൂടി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന് തന്നെയാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ കൂടി ഈ വർഷം നമുക്ക് വയോജന വിശ്രമ കേന്ദ്രം കുറേയും കൂടി സൗകര്യപ്രദമാക്കി നടപ്പിലാക്കാൻ കഴിയണമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. നിലവിലുള്ള സൗകര്യമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ആർട്ട് ഗാലറി അടക്കം സ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ളത് ആലോചിച്ച് വരികയാണ്. അതിനു വേണ്ടിയുള്ള പ്രോജക്റ്റ് ഈ വർഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെച്ചപ്പെട്ട ഒരു സൗകര്യമുള്ള ഒരു പഞ്ചായത്ത് ഓഫീസ് സംവിധാനമാണ് നിലവിൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഭൂപ്രകൃതി കൊണ്ട് സമ്പന്നമായ ഒരു പഞ്ചായത്താണ് ചിറ്റാരിപ്പറമ്പ്. ആ ഭൂപ്രകൃതിയുടെ 3 പ്രത്യേകതകൾ അവിടുത്തെ സാംസ്കാരിക അധിനിവേശത്തിനും കാരണമായിട്ടുണ്ട്. ഒന്നാമത് ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിൻ്റെ സ്ഥിതി ചെയ്യുന്ന മലകൾ. രണ്ടാമത് ഈ പഞ്ചായത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന അഞ്ചരക്കണ്ടി പുഴയുടെ മേലെ ഭാഗമായിരിക്കുന്ന കണ്ണവമ്പുഴ. മൂന്നാമത്തത് പാറക്കെട്ടുകളുടെ താഴ്വരയായ മാനന്തേരി വലിയ വെളിച്ചവും അതിൻ്റെ താഴ്വാരയായ ഭൂമി. ഈ 3 ഭൂപ്രകൃതിയാണ് ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് തക്കതായ 3 അന്തർധാരകൾ സംസ്കാരത്തിൽ ഈ പഞ്ചായത്തിലുണ്ട്. ഒന്ന്, ആദിദ്രാവിഡ സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമായിരിക്കുന്ന ആദിവാസികൾ. അത് 2 വിഭാഗമാണ് ഈ പഞ്ചായത്തിൽ പ്രധാനമായിട്ടുള്ളത്. മലനമ്പൂതിരിമാരെന്നറിയപ്പെടുന്ന കുറിച്യ വിഭാഗവും രണ്ടാമത്തത് പണിയ വിഭാഗവും. ഈ 2 ആദിവാസി സംസ്കാരത്തിൻ്റെ അത് പഴശ്ശിരാജാവിൻ്റെ പടയാളികളായി മാറുന്നത് വരെ, ഈ കുറിച്യ പടയാളികൾ മാറുന്നത് വരെ ആ ബന്ധം ആധുനികമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പാരമ്പര്യ ചികിത്സാ രീതികൾ ഇഷ്ടംപോലെ ഈ കുറിച്യ സമുദായത്തിൽപ്പെട്ട വൈദ്യന്മാരുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു. അതിപ്പോഴും തുടർന്നു പോകുന്ന കുറേ വിഭാഗങ്ങളുണ്ട്. രണ്ടാമത്തെ സംസ്കാരം ബ്രാഹ്മണരുടെ അധിനിവേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷത്രിയന്മാരും ബ്രാഹ്മണന്മാരും ജന്മിത്വത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുള്ളൊരു സംസ്കാരം ഇവിടെയുണ്ട്. അതിൻ്റെ പ്രതീകമാണ് ക്ഷത്രിയന്മാരുടെ ക്ഷേത്രമായ ഏറ്റവും പഴക്കമുള്ള മ്യൂറൽ പെയിൻറ്റുകളിൽ പ്രശസ്തമായ തൊടിയിക്കളം ശിവക്ഷേത്രം, അതുപോലെ വട്ടോളി മഞ്ചേരി അമ്പലം തുടങ്ങിയ ഒരുപാട് പുരാതന ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. പോർക്കലി, ക്ഷത്രിയന്മാരുടെ പ്രധാനപ്പെട്ട കുലദേവതയായ പോർക്കലിയുടെ ക്ഷേത്രം വട്ടോളിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആര്യൻ അധിനിവേശത്തിൻ്റെ ഒരു നല്ല പാരമ്പര്യം ഈ പ്രദേശത്തുണ്ടെന്ന് പറയാം. മൂന്നാമത്തത്, മുഹമ്മദീയരുടെ അധിവാസം വളരെ പഴയ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് കണ്ണവം പരിസരത്തുള്ള വെളുമ്പത്തെ പള്ളിയും അവിടുത്തെ ശ്മശാനവും അവിടുത്തെ ഐതിഹ്യ കഥകളുമായി ബന്ധപ്പെട്ട സംസ്കാരം. ഇങ്ങനെ 3 സംസ്കാരങ്ങളും ഒത്തുചേരുന്ന ഒരു പ്രദേശമാണ് ചിറ്റാരിപ്പറമ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കണ്ണവം പ്രദേശത്തെ മുസ്ലിം ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഇടമാണ് വളമ്പത്ത് മക്കാം ഷെരീഫ്. റബിയുൽ അവൽ മാസത്തിലാണ് ഇവിടെ ഉറൂസ് നടന്നു വരാറുള്ളത്. വളരെ അത്ഭുതകരമായിട്ടുള്ള ഐതിഹ്യമടങ്ങിയിട്ടുള്ള വിളമ്പത്ത് മക്കാം ഷെരീഫിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമുക്ക് മുന്നിൽ.
കണ്ണവമാലിൻ്റെ കീഴിലുള്ള പ്രസിദ്ധമായ ഒരു മക്കാമാണ് കണ്ണവം വെളുമ്പത്ത് മക്കാം. ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ നിത്യേന സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. 1962 ഈ പള്ളിക്ക് ചുറ്റുപാടും ഒരു ദിവ്യപ്രകാശം ഉണ്ടായി. കേരളത്തിൻ്റെ അകത്തും പുറത്തു നിന്നുള്ള ആൾക്കാർ സന്ധ്യയാകുമ്പോൾ ഇവിടെ എത്താറും ഇവിടുന്ന് കല്ലും മണ്ണും മണലും എല്ലാം കോരിയെടുക്കുക, പോവുക, എല്ലാം പ്രകാശിക്കുക. അങ്ങനെ 42 ദിവസത്തോളം സംഭവിച്ച ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു പ്രകാശം ഉണ്ടായിരുന്നു ഇവിടെ. അതിന് ശേഷമാണ് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ സിയാറത്തിനായി വന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യരായ സുപ്രസിദ്ധ പണ്ഡിതനും വലിയുമായ CM വലിയുള്ള മടവൂർ അവർ പറഞ്ഞത് ഇത് മൂസാ നബീൻ്റെ കാലത്തുള്ള ആൾക്കാരുണ്ട് ഇവിടെ എന്ന്. സാധാരണ നിങ്ങൾ വിചാരിക്കുമ്പോഴത്തെ ആൾക്കാരല്ല, മഹത്വമേറിയ പ്രസിദ്ധമായ ഔലിയാക്കളാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കാര്യമായ രീതിയിൽ ഇതിനെ ശുശ്രൂഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇവിടെ പ്രകാശമുണ്ടാകുന്ന സമയത്ത് ഇവിടെ പള്ളിയോ മക്കാമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പണ്ട് പുരാതന കാലത്ത് കണ്ണവത്ത് പള്ളിയില്ല, കോളയാടില്ല, ചെറുവാഞ്ചേരിയില്ല, ചിറ്റാരിപ്പറമ്പിലില്ല പള്ളി. ഇവിടെ മാത്രമേ പള്ളി ഉണ്ടായിരുന്നു. അന്ന് 40 ആൾ ആണ്ടിയിട്ടാണ് ജുമായക്ക് കാത്തു നിൽക്കുക. വീടില്ല, കോളയാടൊന്നും വീട്ടിൽ ഒന്നോ രണ്ടോ വീടിൻ്റെ അങ്ങനെ വരുമ്പോൾ ജുമായ തുടങ്ങേണ്ടിയൊക്കെ ഒരു കൂക്കിയും കുടിക്കും ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വേഗം വരണം. 40 ആളാകാൻ ആവില്ല. പ്രസിദ്ധമായി ഇപ്പം കണ്ണവത്ത് 1000-ഓളം വീടുകളുണ്ട്. പറഞ്ഞിട്ട് എന്താ, അന്ന് 1-2 വീടും കൂടി ഇല്ല. അങ്ങനത്തെ ചരിത്രപ്രസിദ്ധമായ ഒരു മക്കാമാണ് കണ്ണവം വെളുമ്പത്ത് മക്കാം. വർഷത്തിൽ 5 ദിവസം ഉറൂസ് നടത്താറുണ്ട്. 5 ദിവസം റബീഉൽ അവ്വൽ 26 അടങ്ങുന്ന ഒരു ദിവസമായിരുന്നു ഇവിടെ ദിവ്യപ്രകാശം കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധമായ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങൾ റബീഉൽ അവ്വൽ 26 അടങ്ങുന്ന ഒരു ദിവസം ഇവിടെ നിങ്ങൾ ഉറൂസ് നടത്തിക്കൊള്ളൂ. കേരളത്തിലെ ഒട്ടുമിക്ക പ്രാസംഗികന്മാരും അതേപോലെ ഉലമാക്കളും വന്ന് ഇവിടെ സന്ദർശിക്കുകയും സംസ്ഥയുടെ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ, രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒക്കെ പങ്കെടുത്തിട്ട് ഉള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവസാന ദിവസമാണ് നമ്മൾ അന്നദാനം സംഘടിപ്പിക്കുന്നത്. അന്നദാനത്തിന് അപൂർവമായിട്ടുള്ള തിരക്കായിരിക്കും ഇവിടെ കാണപ്പെടുക. നമ്മുടെ കമ്മിറ്റി കുറേയധികം സേവന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഒന്നാമതായി രോഗികളായിട്ട് മഹല്ലിലുള്ള അവർക്ക് ധനസഹായം ചെയ്യുന്നുണ്ട്. അതേപോലെ കല്യാണത്തിനുള്ള ധനസഹായം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വെളുമ്പത്ത് മക്കാമിൽ മിസ്കാത്ത് ഖുർആൻ അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിഫ്ള് കോളേജ് ആരംഭിച്ചിട്ടുണ്ട്. ആ കോളേജിൻ്റെ പണി ഏകദേശം ഒരു 50% പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു 50% കൂടി അതിന് പണി ബാക്കിയുണ്ട്. ആർക്കെങ്കിലും ആ കാര്യത്തിൽ കമ്മിറ്റിയെ സഹായിക്കാമെന്നുണ്ടെങ്കിൽ ആ സഹായം ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. അതേപോലെ ഈ കുട്ടികളെ പഠനം ഏറ്റെടുക്കുന്ന ചില മാന്യ വ്യക്തികളുണ്ട്. അതേപോലെ നിങ്ങൾക്കും അവരെ കുട്ടികളെ ഏറ്റെടുക്കാം. അതിനുള്ള കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലെല്ലാം ഞങ്ങൾ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു 40 കുട്ടികളോളം ഇവിടെ പഠിക്കുന്നുണ്ട്. എല്ലാം സൗജന്യമായിട്ടാണ്. ഭക്ഷണം, അതേപോലെ താമസം, കുട്ടികളുടെ ഡ്രസ്സ് എല്ലാം സൗജന്യമായിട്ടാണ് കമ്മിറ്റി നൽകി വരുന്നത്. അതേപോലെ ഈ കമ്മിറ്റിയുടെ കീഴിൽ ഒരു UP സ്കൂൾ കണ്ണവത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 450 കുട്ടികളോളം ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എയ്ഡഡ് സ്കൂളാണ്. അതേപോലെ ഈ കമ്മിറ്റിയുടെ കീഴിൽ 4 നിസ്കാര പള്ളികളുണ്ട്. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാവാണ് മാനന്തേരി ശ്രീ പലയങ്കോട്ട് ഭഗവതി കാവ്. കുംഭമാസത്തിലാണ് ഇവിടെ വിപുലമായ രീതിയിൽ ഉത്സവം നടക്കാറുള്ളത്. 11 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ കാവിലെ ഭഗവതിയുടെ വിവാഹത്തോടനുബന്ധിച്ച് നാട്ടിലെ 1700ഓളം വീടുകളിൽ ചെന്ന് ആളുകളെ ക്ഷണിക്കുന്നൊരാചാരവും കൂടി ഈ കാവിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കാറുണ്ട്. ഇനി മാനന്തേരി കാവിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ.
കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കാവുകളിലൊന്നാണ് മാനന്തേരിക്കാവ്. നമ്മളെ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ ഏറ്റവും ജനസഞ്ചയം കണ്ണൂർ ജില്ലയിൽ തന്നെ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഒരു കാവാണ് മാനന്തേരിക്കാവ്. ഇതിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എത്രയോ കാലം മുന്നേയുള്ള പൂർവികന്മാർ പറഞ്ഞത് നമ്മളെ പഴയ പൂർവികന്മാർ പറഞ്ഞത് ഓർത്ത് ഞങ്ങൾ പറയുകയാണ്. നമ്മൾ മണത്തണയിൽ നിന്ന് ഭഗവതി വന്ന് നമ്മുടെ ഇരട്ടക്കുളങ്ങര എന്ന സ്ഥലത്ത് വന്ന് അവിടെ നിന്ന് കുളിച്ച്, ഇരട്ടക്കുളങ്ങര എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് തന്നെ അവിടെ 2 കുളം എന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ കുളത്തിൽ നിന്ന് കുളിച്ച് എടച്ചോളിക്കാട് വലം വെച്ച് നേരെ പോയത് നമ്മളെ മാനന്തേരി അമ്പലം, ഇന്ന് നിലവിലുള്ള മാനന്തേരി അമ്പലത്തിൻ്റെ മുകളിലുള്ള ശിവക്ഷേത്രത്തിലാണ് ഭഗവതി നേരെ പോയത്. ശിവഭഗവാനോട് അന്ന് ഭഗവതി പറഞ്ഞത് എനിക്കൊരു ഇടം വേണം, അതുപോലെ തന്നെ എനിക്ക് കുടിവെള്ളം വേണം എന്നാവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഭഗവാൻ നേരെ ഇത് അന്ന് നമ്മളെ മാനന്തേരി പറയപ്പെടുന്നത് ആകെ 32 വീട് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്, ഐതിഹ്യം. ആ 32 വീടിലെ ആളുകളെ രക്ഷിക്കാനാണോ നീ വന്നത് എന്ന് ചോദിച്ചപ്പോൾ രക്ഷിക്കാനാണ് വന്നത് എന്ന് ഭഗവതി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്ക് കുടികൊള്ളാനുള്ള സ്ഥലം നേരെ ഇവിടെ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഈ ചെരുവിലൂടെ നടന്ന് കിഴക്ക് ഭാഗത്തൂടെ പോകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരെ നമ്മൾ ഇന്നുള്ള കാവിൻ്റെ കമ്പിളി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് എത്തുകയും അതിൻ്റെ പടിഞ്ഞാറ്റയിൽ ഇരുന്നു കൊണ്ട് അവിടെ അന്ന് താമസമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവർ ആ പടിഞ്ഞാറ്റയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങ് കിഴക്കോട്ട് തന്നെ നോക്കിയിരുന്ന് ആ കിഴക്കോട്ടേക്ക് കുറച്ചും കൂടി ദൂരെ പോയി പലയങ്കോട് എന്ന ഇതിൻ്റെ അടുത്ത പ്രദേശമായ ഇതിൻ്റെ ആരൂഢം, ഈ മാനന്തേരിക്കാവിൻ്റെ ആരൂഢം എന്ന് പറയപ്പെടുന്ന പലയങ്കോടിലേക്കാണ് ഭഗവതി അങ്ങോട്ടേക്ക് പോയത്. ആ പലയങ്കോട് എത്തുകയും ഇതാണ് എൻ്റെ ആരൂഢ സ്ഥലം എന്ന് തിരിച്ചറിയുകയും ചെയ്തതിൻ്റെ ഫലമായാണ് അവിടെ ഇരിക്കുകയും അവിടെ കുടികൊള്ളുകയും ഈ കമ്പിളിയിലുള്ള അവകാശക്കാർ അവരും നാട്ടുകാരും കൂടിയാണ് ഈ കാവ് എടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഉത്സവത്തെപ്പറ്റി പറയുമ്പോൾ ഏകദേശം ഒരു 10 ദിവസം ഇതിന് പ്രധാനപ്പെട്ട ഉത്സവ നാളുകളുണ്ട്. നമ്മളെ തമ്പുരാട്ടിയുടെ 24-ാം തീയതി കുംഭം 24, 25 നമ്മുടെ തമ്പുരാട്ടിയുടെ ഈ ഭഗവതിയുടെ കല്യാണം ആണെന്നാണ് പറയപ്പെടുന്നത്. ആ ഭഗവതിയുടെ കല്യാണം പ്രമാണിച്ച് നമ്മുടെ മാനന്തേരിയിലുള്ള നാട്ടുകാരെ വീട്ടുകാരെ എല്ലാം ക്ഷണിക്കാൻ വാളെഴുന്നള്ളത്ത് എന്ന് 1700ഓളം വീടുകളിൽ ഈ തമ്പുരാട്ടി ഗൃഹസന്ദർശനം നടത്തും. ഈ ഉത്സവത്തെപ്പറ്റി പറയുമ്പോൾ ഉത്സവ നാളുകളിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട നാളുകളിൽ അടിയറ ഉണ്ട് എല്ലാ പ്രദേശത്തും. ഇത് 10 പ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു കാവാണ്. ഈ മാനന്തേരി കാവിന് 10 പ്രദേശമുണ്ട്. ആ 10 പ്രദേശത്തു നിന്ന് എല്ലാ പ്രദേശത്തു നിന്നും അടിയറ കൊണ്ടുവരും. ഈ അടിയറ കൊണ്ടുവരുന്നത് മാർച്ച് 7 കുംഭം 23-ാം തീയതിയാണ് അടിയറ. ഇഷ്ടം പോലെ അടിയറ ഈ കാവിലെത്തിപ്പെടും. കുട്ടികളും മുതിർന്ന ആളുകളെല്ലാം
ആറായി എല്ലാം കൊടുത്ത് ആറായും കൂക്കിയെല്ലാം കൊടുത്ത് ഒരു വലിയ ഒരു ജനസഞ്ചയമായിരിക്കും അന്നിവിടെ പിന്നെ എത്തുക. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചരിത്ര പാശ്ചാത്തലത്തെ പറ്റിയെല്ലാം പിന്നെ നട്ടത്തറ എന്താണ് ഇതിൻ്റെ ചരിത്രം എന്നെല്ലാം വിളിച്ചു പോകുന്ന പിന്നെ ദിവസമായിരിക്കും അന്ന് നട്ടത്തറ, മാർച്ച് 8-ാം തീയതി. പിന്നീട് നമ്മൾ വരുന്നത് കുളിച്ചോന്നലത്താണ്. ഞാൻ ഈ പറഞ്ഞ സ്ഥലം ഈ കാവിൻ്റെ ഈ മാനന്തരിക്കാവിൻ്റെ ആരൂഢം എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പലയങ്കോട്. ആ പലയങ്കോടിൽ നിന്ന് അവിടെ നിന്ന് കുളിച്ച് പിന്നെ കൊണ്ട് അവിടെ അന്ന് പിന്നെ ഒരു കുളമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ആ കുളത്തിൽ നിന്ന് കുളിച്ച് നമ്മുടെ പിന്നെ കാവിലേക്ക് എഴുന്നള്ളുന്നതാണ് അന്നത്തെ പ്രധാന ചടങ്ങ്, കുളിച്ചോന്നലത്തിൽ നിന്ന പ്രധാന ചടങ്ങ്. അതുപോലെ തന്നെ കുളിച്ചോന്നലത്തിന് ശേഷം നമ്മൾ പിന്നീട് കുംഭ 26-ാം തീയതി തിരുമുടി വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് തിരുമുടി. ആ തിരുമുടിയും ഒരു കളിയാമ്പള്ളിയും കഴിഞ്ഞതോടുകൂടി നമ്മളെ ഉത്സവം സമാപിക്കും. ഈ കാവ് നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയാണ് നടത്തി വരുന്നത്. എല്ലാ പ്രദേശത്തു നിന്നും കൂടി 6 ആൾ വീതമുള്ള മേൽക്കമ്മിറ്റി ആണ് ഈ ഉത്സവം നടത്തി വരുന്നത്. 60 അംഗ കമ്മിറ്റിയുണ്ട്. അതിൽ സെക്രട്ടറി, പ്രസിഡൻറ്റ്, ഖജാൻജി, വൈസ് പ്രസിഡൻറ്റ് അങ്ങനെയുള്ളൊരു കമ്മിറ്റിയാണ്. വളരെ ഭംഗിയായിട്ട് ഉത്സവം നടത്തുന്ന അച്ചടക്കത്തോടു കൂടി നടത്തുന്ന ഒരു ക്ഷേത്രമായത് എനിക്ക് അതേ പറയുന്നു. ഇവിടെ ഒറ്റൊരു തെയ്യം മാത്രമേ ഉള്ളൂ, ഭഗവതിൻ്റെ തെയ്യം മാത്രം. എല്ലാ ദിവസവും ഭഗവതിത്തറ മാത്രമാണ്. അടിയറ, നട്ടത്തറ, കുളിച്ചെഴുന്നള്ളത്ത്, പിറ്റേ ദിവസമുള്ള 26-ാം തീയതിയിലെ തിരുമുടി. അതിൻ്റെ ശേഷം വൈകുന്നേരം ഒരു കളിയാമ്പള്ളിയുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പൊതുവായിട്ട് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ചിറ്റാരിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. വലിയ രീതിയിലേക്കുള്ള പ്രവർത്തനമാണ്. ഗവൺമെൻറ്റിൻ്റെ നല്ല സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് അവിടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടായിട്ടുള്ളത്. 5 കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ സഹായം ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഈ തലശ്ശേരി താലൂക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ചിറ്റാരിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യസഭാ MP പി സന്തോഷ് കുമാറുടെ MP-യുടെ 1 കോടി രൂപ അവിടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുകയാണ്. ചിറ്റാരിപ്പറമ്പ് സ്കൂൾ പറയുകയാണെങ്കിൽ 1 മുതൽ 10 വരെ ഉണ്ട്, പിന്നെ 11, 12 ഉണ്ട്. +2 വരെ ഉള്ള ക്ലാസ് നടക്കുന്നുണ്ട്. LKG മുതലുണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിൽ, അതായത് 1 മുതൽ 10 വരെയുള്ളിൽ 1458 കുട്ടികളുണ്ട്, 1500 കുട്ടികളോളം. പിന്നെ ഒരു LKG UKGയിൽ ഒരു 100 കുട്ടികളുണ്ടാവും. ഹയർ സെക്കൻഡറിയിൽ 400ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു വിദ്യാലയമാണ്. പ്രധാനമായിട്ട് ഇവിടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവിടെ പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഒരുപാട് പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്.
കുറിച്യ വിഭാഗമാണ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. നമുക്കറിയാം പഴശ്ശിയെ ബന്ധപ്പെട്ട് കുറിച്യരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷെഡ്യൂൾ ട്രൈബ്സ് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നൊരു വിദ്യാലയമാണ്. സ്കൂളിന് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ പദ്ധതി പ്രകാരം ഇപ്പോൾ അടുത്തൊരു കെട്ടിടം ലഭിച്ചിട്ടുണ്ട്. എങ്കിലും കുറച്ച് പരാധീനതകളും ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, പക്ഷേ പ്ലേ ഗ്രൗണ്ടിന് ശരിയായ രീതിയിൽ ഇപ്പോൾ അടുത്ത കാലത്താണ് പ്ലേ ഗ്രൗണ്ട് തന്നെ നമ്മൾ നാട്ടുകാരുടെ സഹകരണത്തോടെ ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പം അതിന് ചുറ്റുമതിലും ഒന്ന് നിരപ്പാക്കുകയും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യകത അർജൻറ്റായിട്ട് തന്നെ ഉണ്ട്. കൂടാതെ കെട്ടിട സൗകര്യങ്ങൾ പോരാ, ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അഭാവമുണ്ട്. ഇതെല്ലാമാണ് പരാധീനങ്ങളായിട്ട് പറയാനുള്ളത്. പിന്നെ കുട്ടികൾക്ക് സ്പോർട്സിലൊക്കെ നല്ല വോളിബോൾ കോച്ചിങ് ഇവിടെ നടക്കുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥിയായ അശോകൻ ചമ്പാൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥിരമായി കോച്ചിങ് നടക്കുന്നുണ്ട്. പിന്നെ വോളിബോൾ, ഫുട്ബോൾ ഇതിൻ്റെയൊക്കെ കോച്ചിങ് നടക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് എടുത്ത് പറയാവുന്നത്. അതുപോലെ വോളിബോളിൽ നമുക്ക് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ യൂത്ത് ഫെസ്റ്റിവലിൽ അറബിക്ക് അറബിക്കിലാണ് നമുക്ക് കിട്ടിയത്. അറബിക്ക് കമ്മ്യൂണിക്കേഷനിൽ കിട്ടിയത്, സംസ്ഥാനത്തിൽ പങ്കെടുത്തത്. ഇതാണ് വിദ്യാലയത്തിന് വേണ്ടി പറയാനുള്ളത്. ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. NSS, SPC ഒക്കെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ റെഡ് ക്രോസ്, ഇതിൻ്റെയൊക്കെ ലിറ്റിൽ കൈറ്റ്സ്, ഇതിനൊക്കെ ഇത്തരം ക്ലബ്ബുകളൊക്കെ സജീവമായി ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുണ്ട്. SPC നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. NSS ഹയർ സെക്കൻഡറിയിലാണ് ഉള്ളത്. SPCയും ലിറ്റിൽ കൈറ്റ്സും അതുപോലെ തന്നെ ജൂനിയർ റെഡ് ക്രോസും ഇവിടെ ഹൈസ്കൂൾ വിഭാഗത്തിലും. പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് ചിറ്റാരിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറ്റവും നല്ല സൗകര്യമുള്ള ഒരു കോംപ്ലക്സ്, ഒരു ഹയർ സെക്കൻഡറി കോംപ്ലക്സ്, അതിനു പുറമെ ലാബ്, ഏറ്റവും നല്ല ലാബ് സൗകര്യം അവിടെ വേണം. അതുപോലെ തന്നെ ലൈബ്രറി സൗകര്യം വേണം, ഓഡിറ്റോറിയം വേണം, അതുപോലെ തന്നെ അവിടെ ഡൈനിങ് ഹാൾ വേണം. ഈ നിലയിലുള്ള ഒരു സാമ്പത്തിക സഹായത്തിന് കൂടി ഗവൺമെൻറ്റിൽ ആവശ്യമായ നിവേദനം കൊടുത്തിരിക്കുകയാണ്. അതിന് പുറമെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറ്റവും നല്ല രീതിയിലേക്കുള്ള ഒരു ഗ്രൗണ്ട് സംവിധാനം നിലവിലില്ല. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നിലവിലൊരു 67 സെൻറ്റ് സ്ഥലം പഞ്ചായത്തിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അധീനതയിലുണ്ട്. അതിന് പുറമെ ഒരു 50 സെൻറ്റ് സ്ഥലം കൂടി വിലക്ക് വാങ്ങി ഈ സ്റ്റേഡിയം വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന നടന്നു വരികയാണ്. ആ സ്ഥലം ഉടമകളുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ജനകീയ ഫണ്ട് സമാഹരണത്തിലൂടെ മാത്രമാണ് ഈ സ്ഥലം നമുക്ക് ഈ സ്കൂളിന് കൈവശപ്പെടുത്താൻ കഴിയുക. അതിനുവേണ്ടിയുള്ള പ്രാഥമികമായ ചർച്ചകൾ നടത്തി വരികയാണ്. പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ നിലവിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി യോഗ പരിശീലനം, അതുപോലെ തന്നെ കരാട്ടെ പരിശീലനം, അതുപോലെ ഫുട്ബോൾ പരിശീലനം, വോളിബോൾ പരിശീലനം, കളരി പരിശീലനം, ഇതെല്ലാം ഓരോ വർഷവും നടത്തി വരികയാണ്. യു കുമാരൻ മാസ്റ്റർ അടങ്ങുന്ന പൗര പ്രമുഖരുടെ നേതൃത്വത്തിൽ 1957 കൈരളി ഗ്രന്ഥാലയം മാനന്തേരി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നിലവിൽ ലൈബ്രറി കൗൺസിലിൻ്റെ A ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുള്ള ഈ ഗ്രന്ഥാലയത്തിൽ 10,000-ഓളം പുസ്തകങ്ങളുമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി മാനന്തേരി കൈരളി ഗ്രന്ഥാലയത്തിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ. കൈരളി ഗ്രന്ഥാലയം എന്നുള്ളത് നേരത്തെ ഇവിടെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അത് കുറച്ച് അപ്പുറത്ത്, മാനന്തേരി തന്നെ കുറച്ച് അപ്പുറത്തുള്ള അങ്ങാടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഗ്രന്ഥാലയം ആരംഭിച്ചത്. ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അന്നത്തെ ഒരു കൂട്ടം ആളുകളുടെ ശ്രമഫലമായിട്ടാണ് ഉണ്ടായത്. അന്നത്തെ പ്രധാനപ്പെട്ട അധ്യാപകർ, അതുപോലെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ചേർന്നിട്ടാണ് ഈ ഗ്രന്ഥാലയം രൂപപ്പെട്ടത്. കൈരളി ഗ്രന്ഥാലയം അന്ന് 1957 രൂപം കൊള്ളുമ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട ആളുകൾ, ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാനപ്പെട്ട അധ്യാപകരും നേതാക്കന്മാരും ഒക്കെ തന്നെ അതിൻ്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. അതിൽ ഏറെ ശ്രദ്ധേയരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ യു കുമാരൻ മാസ്റ്റർ ഈ അടുത്ത കാലത്താണ് അന്തരിച്ചത്. അദ്ദേഹം ഒരു
ഇതിനു വേണ്ടി ആജീവനാന്തം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ ഗോവിന്ദൻ മാസ്റ്റർ, കൂട്ട ഗോവിന്ദൻ മാസ്റ്റർ, അതുപോലെ പി മുകുന്ദൻ മാസ്റ്റർ, അതുപോലെ നാണു മാസ്റ്റർ, അതുപോലെയുള്ള ഒരു ഒട്ടനവധി ആളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളെ മാനന്തേരിയിൽ ഇത്രയും നല്ല ഒരു ഗ്രന്ഥാലയം രൂപപ്പെട്ടു വന്നത്. അപ്പോൾ ഈ ഗ്രന്ഥാലയം യഥാർത്ഥത്തിൽ എ ഗ്രേഡിൽ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് പ്രവർത്തനം നടത്തുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്, ജനങ്ങളുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥാലയത്തിൽ നമ്മൾ ബാലവിഭാഗം, യുവജന വിഭാഗം, അതുപോലെ തന്നെ വനിതാ വിഭാഗം, അതുപോലെ വൃദ്ധന്മാരുടെ അവരുടെ വിഭാഗം, ഇങ്ങനെ 4 വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മൾ ഗ്രന്ഥശാല സംഘത്തിൻ്റെ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളനുസരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ആ പ്രവർത്തനങ്ങളിൽ ദിനാചരണങ്ങളുണ്ട്. പല പ്രമുഖ വ്യക്തികളും, ഉദാഹരണത്തിന് PN പണിക്കരുടെ, അതുപോലെ ഉള്ള IV ദാസിൻ്റെ, അതുപോലെയുള്ള ഈ ഗ്രന്ഥശാല സംഘത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് പ്രതിഭകളുണ്ട് കേരളത്തിൽ. അതുപോലെ സാഹിത്യ നായകന്മാർ, അവരുടെ ദിനങ്ങളൊക്കെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ആ ദിനാചരണങ്ങൾ കൃത്യമായി നടത്താറുണ്ട്. അതുപോലെ അതിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ സ്വന്തമായി തന്നെ എല്ലാ മാസവും പ്രതിമാസം പുസ്തക പരിചയം, പുസ്തക ചർച്ച നടത്താറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഈ നാടുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മാനന്തേരി സത്രം ഇതിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടുന്ന കുട്ടികളെ അഭിനന്ദിക്കാറുണ്ട്. ഏത് നേട്ടങ്ങൾ ഉള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും ഞങ്ങൾ ഈ ഗ്രന്ഥാലയത്തിൽ വെച്ച് അഭിനന്ദിക്കാറുണ്ട്, അനുമോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഒരു 14,000-ൽ പരം പുസ്തകങ്ങളുണ്ട്, 400-ലധികം മെമ്പർമാരുണ്ട്. ഈ 14,000-ൽ പരം പുസ്തകങ്ങളിൽ നോവലുകൾ, കവിതകൾ, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ കുട്ടികൾ വരുന്നുണ്ട്. കുട്ടികൾ വരുന്നത് യഥാർത്ഥം അവരുടെ പഠന ആവശ്യമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംശയം തീർക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾ പൂർണ്ണമായും വായനയുടെ പക്ഷത്തേക്ക് വരുന്നില്ല. മറിച്ച് ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ ഒരു SSLC +2 കഴിഞ്ഞാൽ അവർ വായനയെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലവർ വായിക്കുന്നുണ്ടോ എനിക്കറിയില്ല, വായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പുതിയ തലമുറ പുസ്തകത്തോട് കുറച്ചുകൂടി പുറംതിരിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഇപ്പം വരുന്നുണ്ട്, ധാരാളം കുട്ടികൾ വരുന്നുണ്ട് ഇവിടെ. ധാരാളം കുട്ടികൾ ഇപ്പോൾ ഈ സ്കൂള് അടച്ചപ്പോൾ ധാരാളം മക്കൾ ഇവിടെ വരുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ വായന നിലച്ചു പോയി കഴിഞ്ഞാൽ ആശയങ്ങളുടെ അരുവി നിലച്ചു പോകും. ആശയങ്ങളുടെ അരുവി നിലച്ചു പോയി കഴിഞ്ഞാൽ ആ സമൂഹത്തിന് സംവാദം ഉണ്ടാവില്ല. സംവാദമില്ലാത്ത സമൂഹം കീഴടങ്ങിയ സമൂഹമാകും, ഇരുളടഞ്ഞ സമൂഹമാകും. അത് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെ സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ വായന സമ്പന്നമായിരിക്കണം, കൂടുതൽ വായിക്കണം, കൂടുതൽ അറിവ് ഉണ്ടായിരിക്കണം, ജ്ഞാന സമൂഹമായിരിക്കണം. നമ്മുടെ സർക്കാർ തന്നെ ഒരു വിജ്ഞാന സമൂഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ വിജ്ഞാനം കൊണ്ട് ലോകത്തെ കീഴടക്കിയ ജനതയാണല്ലോ മലയാളികൾ. അപ്പോൾ ആ ഒരു മലയാളി ആയതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വിജ്ഞാനം കൊണ്ട് ലോകത്തെ കീഴടക്കിയ, ലോകത്താകെ പടർന്ന് പന്തലിച്ച ഒരു ജനവിഭാഗമായിട്ടുള്ള മലയാളിക്ക് തുടർന്ന് അങ്ങോട്ടും അറിവും വിജ്ഞാനവും കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ, ജീവിതത്തെ നേടിയെടുക്കാൻ, സമ്പന്നമാക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്ത് ഒരു ടൂറിസ്റ്റ് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ സൗകര്യമുള്ള ഒരു പഞ്ചായത്തല്ല നമ്മുടെ പഞ്ചായത്ത്. ആകെ വികസന സാധ്യതയുള്ളത് ഒന്ന് കണ്ണവം വനമേഖലയാണ്. വനമേഖലയിൽ കൂടിയ സാഹസിക വിനോദസഞ്ചാരികൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ചില പ്രവൃത്തി മാത്രമാണ് അവിടെ തുടങ്ങാൻ കഴിയുക. അതുപോലെ തന്നെ തൊടിയിക്കളം ശിവക്ഷേത്രം, മ്യൂറൽ പെയിൻറ്റിങ്ങിൽ പ്രശസ്തി ആർജിച്ച തൊടിയിക്കളം ശിവക്ഷേത്രമാണ് മറ്റൊരു വിനോദ കേന്ദ്രം, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. അവിടെ പുരാവസ്തു വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 2 കോടിയോളം രൂപ ലഭിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇവിടെ ഒരു ഭാഗം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് മറ്റ് വികസന പ്രവർത്തനം കൂടി അവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വലിയ വെളിച്ചം വ്യവസായ വികസന കേന്ദ്രം. നേരിട്ട് പഞ്ചായത്തിൻ്റെ
ഈ വ്യവസായ വികസന കേന്ദ്രത്തിലെ ഏകദേശം 3/4 ഭാഗത്തോളം സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിലാണ്. അപ്പോൾ അവിടെ അതിവേഗമാണ് പുരോഗതി നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ ഏകദേശം 100ഓളം വ്യവസായ ശാലകൾ അവിടെ ഇതിനകം പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രായോഗികമായിട്ടുള്ള ചില പ്രയാസങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. അതെല്ലാം ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഇടപെടലും പഞ്ചായത്ത് നടത്തി വരികയാണ്. വോളിബോളിന് വലിയൊരു പാരമ്പര്യമുള്ള പ്രദേശമാണ് ചിറ്റാരിപ്പറമ്പ്. ആ പഴയകാല ലെഗസിയെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് പുതിയ തലമുറ സമ്മർ ക്യാമ്പിലാണ്. റിട്ടയർഡ് DYSP അശോകൻ്റെ നേതൃത്വത്തിൽ ചിറ്റാരിപ്പറമ്പ് വോളി കൂട്ടായ്മയും ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി വരുന്നത്. ഇനി വോളിബോൾ കോച്ചിങ്ങിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ. ചിറ്റാരിപ്പറമ്പ് വോളി കൂട്ടായ്മയുടെയും ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തു കൊടുക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഒരു സ്കീം 2020 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് അവർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു 30 മണിക്കൂറിൻ്റെയാണ് അവർ തരുന്ന സ്കീം. പക്ഷെ അത് 30 മണിക്കൂർ കൊണ്ടൊന്നും വോളിബോൾ പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ രക്ഷിതാക്കൾ ഒരു മീറ്റിംഗ് വിളിച്ചു. ആ രക്ഷിതാക്കളുടെ താല്പര്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ക്യാമ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. പഞ്ചായത്തിൻ്റെ സ്കീമുകൾ 30 മണിക്കൂർ കൊണ്ട് വോളിബോളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനാൽ പഞ്ചായത്ത് അധികൃതരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വാർഷിക പദ്ധതിയിലൊക്കെ കുറച്ച് കായിക മേഖലയ്ക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നുള്ള പ്രസിഡൻറ്റിനോടും സെക്രട്ടറിയോടൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ രക്ഷിതാക്കളും അതുപോലെ പഞ്ചായത്തിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ വളർന്നു വരുന്ന ലഹരി മറ്റുള്ള ഇതിനുമെതിരായിട്ട് ഞങ്ങളെ ഒരു ഗ്രൂപ്പുണ്ട്, SSLC ഗ്രൂപ്പുണ്ട്, ഒപ്പരം 82 ബാച്ച്. ആ ബാച്ചിൻ്റെ ഒരു വോളിബോൾ ടൂർണമെൻ്റ് ഉണ്ട്, ലഹരിക്കെതിരെ ഒരു സ്മാഷ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 21-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളതിൻ്റെ ഭാരവാഹികളാണ്. പിന്നെ ഇപ്പോൾ ഈ കുട്ടികളിപ്പം പരിശീലനം തുടങ്ങിയിട്ട് 2 മാസമായി. ഇപ്പോൾ ഈ സ്കൂൾ അടച്ചതിന് ശേഷം തുടങ്ങിയതാണ്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതിൽ നിന്ന് സബ് ജില്ലക്കും ജില്ലക്കൊക്കെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് സ്റ്റേറ്റ് പോയി കളിച്ച 4 കുട്ടികളുണ്ട്. 4 കുട്ടികൾക്കും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് 4th പ്രൈസ് വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റീസെൻ്റായിട്ട് മെനഞ്ഞാന്ന് മിനി വോളിബോൾ കളിക്കാൻ പോയ 2 കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നു. അവർക്കിപ്പോൾ ജില്ലയിൽ സംസ്ഥാന തലത്ത് 4th പ്ലേസാണ് വന്നിരിക്കുന്നത്. ഇപ്പം 40ഓളം കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സമ്മർ ക്യാമ്പ് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കുറച്ച് കുട്ടികൾ കൂടുതലുണ്ട്. സ്കൂൾ തുറന്നാൽ കുട്ടികൾ ഇത് കുറയും. അവർക്ക് ട്യൂഷനും മറ്റുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പോകുന്നത്. രക്ഷിതാക്കൾ ട്യൂഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, സ്പോർട്സിനൊരു പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. അപ്പോൾ അതും കൂടി നമ്മൾ അതിനുള്ള ശ്രമം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം 2 മാസമായിട്ടില്ലേ തുടങ്ങിയിട്ട്. ഇത് സ്കൂൾ തുറന്നാലും നമ്മളിത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് സ്കൂളിൽ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുക. അതെല്ലാം കുട്ടികൾ ഇതിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു 1979 കാലഘട്ടത്തിൽ നമ്മളൊക്കെ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴായിരുന്നു ഇവിടെ നല്ലൊരു വോളിബോൾ ടൂർണമെൻറ്റ് നടന്നത്. ME പരമേശ്വരൻ നമ്പൂരി സ്മാരക വോളിബോൾ ടൂർണമെൻ്റ് എന്ന് അറിയപ്പെടുന്നത്. സ്റ്റേറ്റ് ലെവലിലെ കളിക്കാർ അന്ന് ഇവിടെ വന്നിരുന്നു. അപ്പോൾ ആ കളിക്കാരെ കണ്ടിട്ടാണ് ഇവരൊക്കെ അന്ന് ആ പുറത്ത് നിന്ന് ബോൾ എടുത്തു കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ മുന്നൻ നമ്പ്യാർ സാറ് മിത്രം മാഷൊക്കെ കോച്ചിങ് കൊടുത്താണ് ഇവർ പിന്നെ ഈ സ്കൂളിൻ്റെ കളിക്കാരായിട്ടും പിന്നീട് മട്ടന്നൂർ കോളേജിന് വേണ്ടിയും പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലും. ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, അദ്ദേഹം നാഷണൽ ലെവലിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഉസ്മാൻ പറക്കും ഉസ്മാൻ എന്ന് പറയുക. ഇദ്ദേഹം പിന്നെ നല്ലൊരു ലിഫ്റ്റർ കൂടിയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കെമിസ്ട്രി
ഗ്രൗണ്ടിൽ ഒരു വല്ലാത്തൊരു വർക്കൗട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അശോകൻ ഉസ്മാൻ കൂട്ടുകെട്ട് വലിയൊരു സംഭവം തന്നെയായിരുന്നു അന്നത്തെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ. അപ്പോൾ ആ ഒരു കളിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചുറ്റുമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരോടൊപ്പം പോവുകയും ഞങ്ങൾക്ക് കളിയൊന്നും അറിയില്ലെങ്കിലും കളി ആസ്വദിക്കാനുള്ളൊരു കഴിവും ഇന്നും അത് നമ്മളുടെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ ഇവിടെ മദർ PHC ആണ് ഇപ്പോൾ തൊടികൾക്ക് പ്രവർത്തിച്ചു വരുന്നത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവിടെ സേവനം ലഭിക്കുകയാണ്. CHCയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ പഞ്ചായത്ത് നടത്തി വരികയാണ്. അവിടെ NRHM ഫണ്ട് ഉപയോഗപ്പെടുത്തി 2 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ബിൽഡിംഗ് സമുച്ചയം അവിടെ നിർമ്മിച്ചു വരികയാണ്. സമീപ പഞ്ചായത്തുകളെല്ലാം തന്നെ ആവശ്യമായ സേവനങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് മദർ PHC ആണ് തൊടികൾക്ക് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സാമൂഹ്യ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ നമ്മുടെ മാനന്തേരിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ വട്ടോളിയിൽ ഒരു കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ആവശ്യമായ കെട്ടിട സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ വാർഡുകളിലും ആവശ്യമായ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ ആശാപ്രവർത്തകരെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആരോഗ്യ സേവനം നൽകി വരികയാണ്. കാടും പുഴയും കുന്നും ഒരുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ചരിത്രത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ കരുത്ത് വർത്തമാനകാലത്തിലും അവർക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? ഭാവിയിൽ വലിയൊരു പുരോഗതി എല്ലാ മേഖലകളിലും ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ നാടിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.